കാൽനട യാത്രക്കാരിയെ ഇടിച്ചു വീഴ്ത്തിയതിനു ശേഷം നിർത്താതെ പോയ കാർ 250-ലധികം CCTV ക്യാമറകൾ പരിശോധിച്ച പോലീസ് കണ്ടെത്തി. കോട്ടയം തിരുവഞ്ചൂരാണ് ഇക്കഴിഞ്ഞ 20-ാം തീയതി പുലർച്ചെ ഇങ്ങനെയൊരു അപകടമുണ്ടാകുന്നത്. തിരുവഞ്ചൂർ സ്വദേശിനിയായിട്ടുള്ള ദീപ അനിൽ എന്ന 51 വയസ്സുകാരിയെയാണ് കാർ ഇടിച്ചു വീഴ്ത്തിയത്. ഇടിയുടെ ആഘാതത്തിൽ ഗുരുതരമായി തന്നെ പരിക്കേറ്റ ദീപ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെ ഇക്കഴിഞ്ഞ ദിവസം മരണപ്പെടുകയും ചെയ്തു. അന്ന് മുതൽ തന്നെ ഈ വാഹനം കണ്ടെത്താനായി പോലീസ് പരിശ്രമം ആരംഭിച്ചതാണ്. പിന്നീട് ഏതാണ്ട് 250-ലധികം CCTV ക്യാമറകൾ പരിശോധിച്ചതിന് ശേഷമാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി മണർകാട് SHO അരുൺ തോമസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തോട്ടയ്ക്കാട് മാടത്താനിയിലെ ഒരു വീട്ടിൽ നിന്ന് ഈ വാഹനം കണ്ടെത്തിയത്. പോലീസ് ഈ വാഹനം ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റുമാനൂർ മണർകാട് ബൈപ്പാസ് റോഡിൽ തിരുവഞ്ചൂർ നീലാണ്ടപ്പടിയിലാണ് ഇക്കഴിഞ്ഞ 20-ാം തീയതി പുലർച്ചെ 6 മണിയോടെ ഈ അപകടമുണ്ടായത്. തിരുവഞ്ചൂർ ലാവണ്യയിൽ അനിൽ ബി നായരുടെ ഭാര്യ ദീപ അനിലാണ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ മരണപ്പെട്ടത്. അപകടത്തിന് ശേഷം നിർത്താതെ പോയ കാർ തോട്ടയ്ക്കാട് മാടത്താനി ഭാഗത്തു നിന്നാണ് മണർകാട് SI അരുൺ തോമസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കണ്ടെത്തിയത്. പ്രഭാത സവാരിക്കിറങ്ങിയ ദീപയെ പിന്നിൽ നിന്നെത്തിയ കാർ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ തലയടിച്ചു വീണ ഗുരുതരമായി പരിക്കേറ്റ ദീപയെ ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചു. 2 ദിവസത്തോളം വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിഞ്ഞ ദീപ പിന്നീട് മരണപ്പെടുകയായിരുന്നു. സംഭവത്തിന് ശേഷം നിർത്താതെ അതിവേഗം ഓടിച്ചു പോയ കാർ കണ്ടെത്തുന്നതിനായി മണർകാട് മുതൽ തോട്ടയ്ക്കാട് മാടത്താനി ഭാഗം വരെയുള്ള 250ഓളം CCTV ക്യാമറകളാണ് കാഞ്ഞിരപ്പള്ളി DYSP റിജോ P ജോസഫിന്റെ നേതൃത്വത്തിലുള്ള മണർകാട് പോലീസ് സംഘം പരിശോധിച്ചത്. വ്യാപാര സ്ഥാപനങ്ങളിലെയും വീടുകളിലെയും ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചത് കൂടാതെ ഈ റൂട്ടിൽ സർവീസ് നടത്തിയ സ്വകാര്യ ബസ്സുകളിലെ അടക്കം CCTV ദൃശ്യങ്ങൾ പോലീസ് സംഘം പരിശോധിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഓഗസ്റ്റ് 24 തിങ്കളാഴ്ച വൈകിട്ട് 7 മണിയോടെ കാർ കണ്ടെത്താനായത്. മാടത്താനിയിലെ ഒരു വീടിന്റെ പരിസരത്താണ് വാഹനമുണ്ടായിരുന്നത്. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗത്തും തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട്. കാറിന്റെ വലതുഭാഗത്തെ മിററും ഒടിഞ്ഞു തൂങ്ങിയ അവസ്ഥയിലാണ്. വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്ത മണർകാട് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. ഫോറൻസിക് സംഘം വാഹനത്തിൽ പരിശോധന നടത്തുകയും ചെയ്തു. മണർകാട് SI അരുൺ തോമസ്, SIമാരായ രാധാകൃഷ്ണൻ, രഞ്ജിത്ത്, ആഷ്ടി ചാക്കോ, സിവിൽ പോലീസ് ഓഫീസർ ജിൻസൺ, റിസൻ K അജയൻ, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരായ ശ്യാം S നായർ എന്നിവർ ചേർന്നാണ് അന്വേഷണം നടത്തിയത്. ഫോക്കസ് ന്യൂസ് TV, കോട്ടയം.